അംഗീകാരമില്ലാത്ത ബിരുദങ്ങൾക്ക് തുല്യത നിർത്തലാക്കി കണ്ണൂർ സർവകലാശാല. ഭാരതീയർ ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ വിദൂര വിദ്യാഭ്യാസം വഴി നൽകുന്ന ബിരുദങ്ങൾക്ക് തുല്യതയും അംഗീകാരവും നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. വിദ്യാർത്ഥികളുടെ തുടർച്ചയായ പരാതികളെ തുടർന്നാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, അംഗീകാരമില്ലാത്ത ബിരുദങ്ങൾക്ക് തുല്യത നൽകുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് തുടർച്ചയായി പരാതികൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നടപടിയുമായി കണ്ണൂർ സർവകലാശാല രംഗത്തെത്തിയിരിക്കുന്നത്. 2015 അധ്യയന വർഷം മുതൽ UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമില്ലാത്തവയ്ക്ക് അംഗീകാരം നൽകുന്ന നടപടിയാണ് ഇപ്പോൾ സർവകലാശാല നിർത്തിവെച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ഒരു സർവകലാശാല കോഴ്സുകൾ അനുവദിക്കുമ്പോഴും അല്ലെങ്കിൽ അതിന് തുല്യത അനുവദിക്കുമ്പോഴും ഒക്കെ അതിന് ചില ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ഭാരതീയർ സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ അത്തരം നടപടികൾ പാലിക്കുന്നില്ല. ഈ UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ ഈ അംഗീകാരമില്ലാത്ത സർവകലാശാലകളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 2015-16 മുതൽ തമിഴ്നാട്ടിലെ ഭാരതീയർ സർവകലാശാലയുടെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സമ്പ്രദായം വഴി നടത്തുന്ന വിവിധ കോഴ്സുകൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2024-2025 അക്കാദമിക വർഷം മുതൽ മാത്രമാണ് ഈ സർവകലാശാലയ്ക്ക് UGC അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതും 15 കോഴ്സുകൾക്ക് മാത്രമാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2015-16 കാലഘട്ടം മുതലുള്ള കോഴ്സുകൾക്ക് ഇത്തരമൊരു അംഗീകാരം നൽകുന്ന അല്ലെങ്കിൽ അത് വിദൂര വിദ്യാഭ്യാസം വഴിയുള്ള ഈ നടപടികൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് കണ്ണൂർ സർവകലാശാല ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഏതാണ്ട് 21-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വന്നിരിക്കുന്നത്. അത് കൃത്യമായി പറയുന്നുണ്ട്, 2015 അധ്യയന വർഷം മുതൽ UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമില്ലാത്ത ഭാരതീയ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഇതര സർവകലാശാലകൾ വിദൂര വിദ്യാഭ്യാസം മുഖേന നൽകുന്ന ബിരുദങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ മിഥുൻ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ നടപടി തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല സ്വീകരിച്ചിട്ടുള്ളത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.